അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ജീവിതത്തെ തിട്ടപ്പെടുത്തുകയും അതിനുവേണ്ടി ജീവിതത്തിൻ്റെ സകലമാന മേഖലകളെയും സമർപ്പിത ബോധത്തോടുകൂടെ അല്ലാഹുവിൽ സമർപ്പിച്ച് ജീവിതത്തെ അവന്റെ തൃപ്തിക്ക് വേണ്ടി തിട്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, അവരോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം, ഇഹ്ഫള് അന്നി അർബഅ, 4 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് മുറുകെ പിടിക്കണം. 4 കാര്യങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ എൻ്റെ അടുക്കൽ നിന്ന് മാതൃകയാക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. ഒന്നാമത്തേത്, ലാ തസ്ഹബ് സുൽത്താനൻ വഇൻ അമർതഹു ബിമഅറൂഫിൻ വനഹൈതഹു അൻ മുൻകർ. സുൽത്താനിനോട്, രാജാക്കന്മാരോടൊപ്പം നീ നിന്റെ ജീവിതത്തെ കഴിച്ചുകൂട്ടരുത്. അവർ നിന്നോട് നല്ലത് കൽപ്പിച്ചാലും അവർ നിന്നോട് ചീത്ത കൊണ്ട് വിരോധിച്ചാൽ പോലും അവരുടെ ജീവിതത്തെ കണ്ട് അതുപോലെയുള്ള ജീവിതത്തെ ആഗ്രഹിച്ച് ജീവിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവനാകരുത്. വലാ തഖ്ലുവന്ന ബിഇംറഅത്തിൻ, ഒരു പെണ്ണിന്റെ കൂടെ നീ ഖൽവത്തിലാകരുത്. ഒരു പെണ്ണിന്റെ കൂടെ നീ ഒറ്റക്ക് ഒരു റൂമിൽ ഒറ്റപ്പെടുന്നൊരു സ്വഭാവമുണ്ടാകരുത്. അവൾ ഖുർആൻ ഓതുന്ന സമയത്താണെങ്കിൽ പോലും. കാരണം ആ തഖ്വയുടെ പേരിൽ ചിലപ്പോൾ നിന്നെ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഖുർആനോത്ത് കണ്ടിട്ട് അതിന്റെ പേരിൽ നിന്നെ ചൂഷണം ചെയ്യപ്പെടാനും ചിലപ്പോൾ കാരണമായേക്കും. ഖുർആൻ ഓതുന്ന പെണ്ണാണെങ്കിൽ പോലും ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ കേൾക്കുക എന്ന നിയ്യത്തോട് പോലും ആ ഒരു കരുത്തോടുകൂടെ പോലും ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു പെണ്ണിനോടൊപ്പം നീ ഒറ്റപ്പെടുന്നതിനെ നീ സൂക്ഷിച്ച് ജീവിക്കണം. കാരണം അത്തരം തഖ്വയുടെ വഴികളെ മുന്നിൽ കാണിച്ച് ഇബ്ലീസ് വഞ്ചിക്കാൻ വേണ്ടി ചിലപ്പോൾ മനുഷ്യനെ വഞ്ചനയിലേക്ക് ക്ഷണിക്കാൻ അത് ഉപയോഗപ്പെടുത്തിയേക്കും. അതുകൊണ്ട് നീ ഒരിക്കലും അന്യ പെണ്ണിന്റെ അടുത്ത്, നിനക്ക് കാണാനും തൊടാനും പറ്റാത്ത മഹറമല്ലാത്ത പെണ്ണിന്റെ അടുക്കൽ അവൾ ഖുർആൻ ഓതുന്ന സമയത്ത് അവള് ഭയങ്കര കാരിയാണ് എന്ന് വിചാരിച്ചിട്ട്, കാരിയത്താണ് എന്ന് വിചാരിച്ചിട്ട് പോലും ആ പെണ്ണിനോടൊപ്പം നീ ഒറ്റപ്പെടുന്നൊരു സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നീ വഞ്ചിക്കപ്പെടാൻ അത് കാരണമാകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തത്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ തുസിലന്ന മൻ ഖതിഅ റഹിമഹു, ഏതെങ്കിലും കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളെ, കുടുംബബന്ധത്തിന് വില കൽപ്പിക്കാത്തവനെ നീ ഒരിക്കലും അവനോടൊപ്പം ബന്ധം ചേർക്കുന്നവനാകരുത്. അവൻ കുടുംബബന്ധം മുറിക്കുന്നതിന് മടിയില്ലാത്തവനാണെങ്കിൽ നീയുമായുള്ള ബന്ധം മുറിക്കാൻ തീരെ മടിയില്ലാത്തവനായിരിക്കും. അതുകൊണ്ട് അത്തരക്കാരോടൊപ്പം നീ നിന്റെ ജീവിതത്തിൽ കൂട്ടുകെട്ട് കെട്ടുന്നവനാകരുത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. കുടുംബ ബന്ധത്തിന് വില കൽപ്പിക്കാത്തവൻ, സ്വന്തം മാതാവിന്റെ വാക്കിന് വില കൽപ്പിക്കാത്തവൻ, സ്വന്തം മാതാവിന്റെ ജീവിതത്തിന് വില കൽപ്പിക്കാത്തവൻ,
അവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാത്തവൻ, അതുപോലെ ബാപ്പന്റെ വാക്കിന് വില കൽപ്പിക്കാത്തവൻ, കുടുംബത്തിൽ അവന് കടപ്പാടുള്ള നിന്നെക്കാൾ ബാധ്യതയുള്ള ആളുകളോടുള്ള കടപ്പാടിനെ കുറിച്ചും ബാധ്യതയെക്കുറിച്ചും ഓർമ്മയില്ലാത്തവൻ, അവനോടൊപ്പം നീ നിന്റെ ജീവിതത്തെ ചെലവഴിച്ചാൽ അവന് അവരോടുള്ള ബന്ധം മുറിക്കാൻ മടിയില്ലാത്തവനാണെങ്കിൽ നിന്നോടുള്ള ബന്ധത്തിന് അത്രയും വില കൽപ്പിക്കാത്തവനായിരിക്കും. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ നോക്ക്, മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബാദിലത്തുൽ അർബഅ എന്ന പേരിൽ അറിയപ്പെട്ട 4ഓളം അബ്ദുല്ലമാർ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രമുഖന്മാരായ 4 സ്വഹാബികൾ. ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വളരെയധികം അദബും പൊരുത്തവും ബഹുമാനവും ജീവിതത്തിൽ കൈമുതലാക്കി ജീവിച്ച മഹാൻ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുള്ള മജ്ലിസിൽ ഇരുന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മജ്ലിസിലുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മജ്ലിസിലുണ്ട്. സദസ്സിനോട് ചോദ്യം ചോദിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ള സദസ്സിൽ നിന്ന് മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് മറുപടി അറിയാം. നബി തങ്ങൾ ചോദിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തിന് മറുപടി അറിയാം. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ല. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഈത്തപ്പഴമാണെന്നറിയാം. പക്ഷേ ഉത്തരം പറയാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടാക്കിയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞപ്പോ ബാപ്പയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളോട് ഒപ്പയായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ബാപ്പാ എനിക്ക് ആ ഉത്തരം അറിയാമായിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ നിന്ന് ഞാൻ ആ മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതേ ഉസ്താദ് ചോദ്യം ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ എനിക്കറിയാമെങ്കിൽ പോലും ബാപ്പ മജ്ലിസിൽ ഉണ്ടാകുമ്പോ ബാപ്പനെക്കാൾ അറിവുള്ളവനായി ഞാൻ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നവനായാൽ, ബാപ്പാന്റെ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് ഞാനൊരു മറുപടി പറയുന്നവനായാൽ അത് അദബ് കേടാകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ഉത്തരം അറിഞ്ഞിട്ടും ഞാൻ എഴുന്നേറ്റു നിന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, ബാപ്പാന്റെ മജ്ലിസിൽ നിന്ന് ഞാനൊരു വലിയ വിവരമുള്ളവനാകാൻ ഞാനില്ലല്ലോ, ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അതിന്റെ ഉത്തരം പറയാനില്ലല്ലോ, ഞാൻ അവിടെ ബാപ്പന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനില്ലല്ലോ. ഏതെങ്കിലും ആളുകൾ ബാപ്പമാരെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോ അവരതബില്ലാത്തവരാണ് എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അവരതബില്ലാത്ത ഉസ്താദുമാരാണെന്ന് നമ്മൾ പറയാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദബാൻ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരമറിഞ്ഞിട്ടും അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് മറുപടി അറിഞ്ഞിട്ട് പോലും പറയാൻ മനസ്സ് കൂട്ടാക്കിയില്ല, അദബ് അനുവദിച്ചില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനമാണ് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, മാതാപിതാക്കൾക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്നവരാകണം. എങ്ങനെയുള്ള ചിറക് വിരിച്ചു കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞത്? റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുന്നവരാകണം. അവർക്ക് മനോവേദന ഉണ്ടാകുന്നൊരു പ്രവൃത്തി, അവരുടെ മനസ്സിന് വേദന ഉണ്ടാകുന്നൊരു വാക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. എന്തിലധികം പറയാനാണ്? ചിലപ്പോൾ സ്വന്തം ഉമ്മനോട്
ദുബായിലേക്ക് പോകുമ്പോഴെല്ലാം, അല്ലെങ്കിലോ കേരളത്തിലേക്ക് സിറാജുൽ ഹുദ കാണാൻ വേണ്ടി പോവാണ്, അപ്പോഴും മാത്രമല്ല, അതുപോലെ കേരളത്തിലേക്ക് എവിടെയെങ്കിലും അതുപോലെ മർക്കസിലോ അതുപോലെ ഏതെങ്കിലും സ്ഥാപനം കാണാൻ വേണ്ടി പോവാണ്, ആ സമയത്ത് മാത്രല്ല, തൽക്കാലം മംഗലാപുരത്തേക്ക് പോവാണ്, അപ്പം മാത്രമല്ല, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ സമ്മതം ചോദിച്ച് കിടന്നുറങ്ങുന്ന മകനാണ്. ഏതുവരെ? വിവാഹം കഴിയുന്നത് വരെ, വിവാഹത്തിന്റെ ദിവസം വരെ ഉമ്മാനോട് സമ്മതം ചോദിച്ച് കിടക്കുന്നവനാണ്. ഉമ്മ, ഞാൻ ഉറങ്ങാൻ സമയമായി, ഉറങ്ങിയാലോ എന്ന് ചോദിച്ചിട്ടാ കിടക്കല്, ഉമ്മാനോട് പറഞ്ഞിട്ടാണ് കിടക്കല്, ഉമ്മാനോട് പറഞ്ഞിട്ടാ സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉറങ്ങുന്ന പണി പോലും എടുക്കല്. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മാന്റെ സമ്മതമില്ല. ഉമ്മാനോട് എന്ത് ചോദിക്കാനാണ് ഉറങ്ങാൻ പോകുമ്പോ? അതാദ്യം തന്നെ ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. വിവാഹത്തിന്റെ മുമ്പ് അതൊക്കെ കൃത്യമായി ചെയ്യുമ്പോ ഉമ്മാനോട് എന്ത് ചോദിക്കാനാണ് എന്നുള്ള ചോദ്യമില്ലായിരുന്നു, അങ്ങനെ ഒരു ഓർമ്മയില്ലായിരുന്നു, അങ്ങനെ ഒരു ആലോചന ഇല്ലായിരുന്നു, അങ്ങനെ ഒരു തിങ്കില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ കിടക്കാൻ പോകുമ്പോ ഉമ്മാനോട് എന്ത് പറയാനാണ്, ഉറങ്ങാൻ പോകുമ്പോ എന്ത് പറയാനാണ്? ഇങ്ങനെ ഉമ്മമാരെ മനസ്സിനെ തിരിച്ചറിയാൻ കഴിയാതെ ഉമ്മമാരെ വേദനിപ്പിക്കുന്ന മക്കളായി നമ്മൾ മാറിപ്പോയി കൂടാ. വിവാഹത്തിന്റെ മുമ്പ് സ്വന്തം വീട്ടിൽ സ്വന്തം റൂമിലേക്ക് പോകുമ്പോ പോലും സമ്മതം ചോദിച്ച നീ, വിവാഹം കഴിഞ്ഞപ്പോൾ പിന്നത്തെ കേരളത്തിൽ പോകുമ്പോഴും ചോദിക്കലില്ല, എവിടെ പോകുമ്പോഴും ചോദിക്കലില്ല, ആരോടും പറയലില്ല, ഭാര്യനോട് മാത്രം പറയലാണ്. ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരനായാൽ അവരുടെ കാരുണ്യത്തോടുകൂടിയുള്ള മനസ്സറിഞ്ഞുള്ളൊരു നോട്ടം ചിലപ്പോ നമുക്ക് കിട്ടാതെയായി പോകാൻ അത് കാരണമായി പോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഉമ്മ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കാറില്ല. നമ്മളൊക്കെ എങ്ങനെ, നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഉമ്മാക്ക് മക്കള് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് സമാധാനം ഉണ്ടാകൂല, അങ്ങനല്ലേ? അല്ലേ? മക്കള് ഭക്ഷണം കഴിക്കുന്നത് വരെ ഉമ്മക്ക് സമാധാനം ഉണ്ടാകൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് പുലർച്ചക്ക് ചെന്നാലും ഭാര്യമാര് ചിലപ്പം വിളിച്ചാൽ ചിലപ്പോ അവരറിയൂല, എന്നാ ഉമ്മാനൊരൊറ്റ വിളി വിളിച്ചാൽ ഏത് പുലർച്ചക്ക് പോയി വിളിച്ചാലും ഉമ്മമാരറിയും. അതോ ആ ഉമ്മമാർക്ക് മക്കളോടുള്ള കെയറിങ്. അത് ഉസ്താദേ വയസ്സെത്രയായി, ഉമ്മേനി എന്ത് കെയർ ചെയ്യാനാണ്? ഉമ്മാക്ക് എത്ര വലിയ മോനായാലും, ചിലപ്പോ ഉമ്മാനെക്കാളും തടിയും വലുപ്പമുള്ള മോനായാലും, ഉമ്മാനെക്കാളും കാണാൻ വലുപ്പമുള്ള മകനായാലും, ഉമ്മ ചിലപ്പം വളരെ ചെറുതാണ്, മകൻ ഉമ്മാന്റെ ഡബിള് വലുപ്പാണ്, എന്നാലും ഉമ്മാക്ക് നീ എന്നും താലോലിച്ച് വളർത്തിയ മോനാണ്. അത് ഉമ്മാന്റെ മനസ്സിലെന്നും താലോലിക്കലാൻ, ഉമ്മാന്റെ മനസ്സിലെന്നും നീ മകനാൻ. നീ എത്ര വലിയ മോനായാലും, എത്ര വലിയ പദവിയിലെത്തിയാലും, എത്ര വലിയ സ്ഥാനത്തെത്തിയാലും മകൻ മകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മാക്ക് മക്കളോടുള്ള കെയറിങ് എത്രയാണ് ആ ഉമ്മ കാണിക്കുന്ന സ്നേഹം. അതുകൊണ്ടല്ലേ ഈമാനുള്ള വിശ്വാസികള് ആ ഉമ്മമാരുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മ ഭക്ഷണം കഴിക്കാറില്ല. ഖുർആൻ പറയുന്നു, വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വസിച്ച് ജീവിക്കുന്നവർ, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സിദ്ദീഖീങ്ങളായ അല്ലാഹുവിന്റെ സദയ തൃപ്തി കരസ്ഥമാക്കിയ മഹാന്മാർ. ആ മഹാന്മാർക്ക് ജീവിതത്തിൽ അനിവാര്യമാണ് പറഞ്ഞു, പാപ്പാന്റെയും ഉമ്മാന്റെയും തൃപ്തിയുള്ളവനാണ് സിദ്ധാവായ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു നമ്മളെ പഠിപ്പിച്ചെങ്കിൽ ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽപ്പെടാൻ, മഹാന്മാരെ വഴിയിൽ കിടക്കാൻ അനിവാര്യമാണ് പാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തം എന്ന് പറയുന്നത്.
ഉമ്മാനെ തള്ളിപ്പറയുന്ന മക്കളാകരുത്. നല്ല ഭാര്യനെ കിട്ടിയെന്നതിന്റെ പേരിൽ ഉമ്മാനോട് മതിപ്പ് നഷ്ടപ്പെടുന്ന മക്കളാകരുത്. ഉമ്മ പറയുമ്പോൾ ഉമ്മ എന്തിനത് പറയണം, ഉമ്മ എന്തിനത് ചിന്തിക്കണം എന്ന് പറയുന്നവനാകരുത്. വിദേശ രാജ്യത്തേക്ക് പോയി നീ നിന്റെ ഭാര്യനെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ ഉമ്മ പിറ്റേ ദിവസം വിളിച്ചപ്പോ ചോദിക്കുകയാണ്, മോനെ നീ ഇന്നലെ അവളെ വിളിച്ചിരുന്നില്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ നീ മനസ്സിലാക്കണം എന്നെ നീ മറന്നു പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആ ഉമ്മ ചോദിക്കുന്നത്. അപ്പൊ നീ ചിന്തിക്കരുത് ഞാൻ അവളെ വിളിക്കുന്നത് പോലെ ഉമ്മാനെ വിളിക്കണം എന്ന് പറഞ്ഞു. അത് നടക്കുന്ന കാര്യമാണോ മുസ്ലിയരെ? ഉമ്മാനോടുള്ള സ്നേഹം അങ്ങനെയല്ലല്ലോ. എങ്ങനെയുള്ള സ്നേഹമായാലും ഉമ്മാക്ക് നൽകേണ്ട പരിഗണനയുണ്ടല്ലോ. അത് ചെറുതല്ല മക്കള്, അത് ചെറുതല്ല ഉമ്മമാരെ, അത് ചെറുതല്ല ഉപ്പമാരെ. അതുകൊണ്ടാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഉമ്മ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുന്ന പതിവില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഉമ്മ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ ഒരു പിടി ഭക്ഷണം എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ എന്റെ കൈ കൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയ പിടി കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാനൊക്കെ അതേ മസാലകളൊക്കെ ചേർത്തിട്ട് കയ്യിൽ തിന്നാൻ വേണ്ടി പിടിക്കുന്ന പിടി കണ്ടിട്ട് എന്റെ ഉമ്മ എങ്ങാനും ആ പിടി കണ്ടിട്ട് അത് നല്ല രസമുണ്ടല്ലോ, അത് തിന്നാൻ കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഉമ്മ ആഗ്രഹിച്ചിട്ട് ഞാനൊരു ലുക്കമത് ഒരു പിടി ഭക്ഷണം ഉമ്മ ആഗ്രഹിച്ചതിന്റെ വയറ്റിൽ എത്തിപ്പോയാലോ? ഇത് പേടിച്ചിട്ട് ഈമാനുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ഉമ്മ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുന്ന പതിവ് പറയാനില്ല, ഭക്ഷണം കഴിക്കാറില്ല. എന്തുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ഒരു പിടി ഭക്ഷണവും ആ ഭക്ഷണം കണ്ടിട്ട് അതെങ്ങാനും ഞാൻ കഴിച്ചിരുന്നെങ്കിൽ എന്നും ആഗ്രഹിക്കുന്ന ഒരു പിടി ഭക്ഷണം എന്റെ വയറ്റിലേക്കായി പോകുമോ എന്ന് പേടിച്ചതിന്റെ കാരണത്താൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല. കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഉമ്മാക്ക് നൽകേണ്ട പരിഗണന ചെറുതല്ല, ഉമ്മക്ക് നൽകേണ്ട പരിഗണന പറഞ്ഞു തീർക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറയുമ്പോ ബാധ്യതകളെ കുറിച്ച് പറയുമ്പോ അല്ലാ തുശ്രികൂ ബിഹി ശൈആ, ലോകസിട്ടാവായ റബ്ബിനോട് നീ അതേ കൂറ് ചേർക്കരുത് എന്ന് പറഞ്ഞ ഖുർആൻ. ഇത് പറഞ്ഞ ഉടനെ തന്നെ രണ്ടാമതായി എടുത്തു പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കണേ എന്നല്ല, നോമ്പെടുക്കണേ എന്നല്ല, അല്ലാഹുക്ക് പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ ഖുർആൻ. പിന്നെ എടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യുന്നവനാകണേ, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുന്നവരാകണേ, അള്ളാന്റെ തൃപ്തിയോടെ ജീവിക്കണേ എന്ന് പറഞ്ഞ ഖുർആൻ. പിന്നെ രണ്ടാമതെടുത്ത് പറഞ്ഞ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട അമല് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യുന്ന മക്കളാകണേ, അള്ളാന്റെ ഖുർആൻ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്റെ ഇഹ്സാന് ചുരുങ്ങിപ്പോയി കൂടാ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ആ ഉമ്മ താല്പര്യപ്പെട്ടിട്ട് ഞാൻ കഴിക്കുന്നൊരു രംഗമുണ്ടായിക്കൂടാ. ഈ നിലക്ക് ഉമ്മക്ക് നൽകേണ്ട ആദരവ് നൽകിക്കോളണം, ബാപ്പക്ക് നൽകേണ്ട സ്നേഹം നൽകിക്കോളണം, അനുജന് നൽകേണ്ട സ്നേഹം നൽകിക്കോളണം. വലിയവരെ ആദരിക്കാത്തവനും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവനും ലൈസ മിന്നാ, എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞതാരാ? ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അതേ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളാണോ? അല്ല, അല്ല, എല്ലാ
എല്ലാം തരേണ്ട സിട്ടാവായ അല്ലാഹ്, എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന സിട്ടാവായ അല്ലാഹ്, ആ റബ്ബ് പഠിപ്പിച്ചത് ആ റബ്ബിന്റെ ഹബീബ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത്. ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ഉപ്പമാരെ, ലൈസ മിന്നാ, എന്നിൽപ്പെട്ടവനല്ല അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. താജുൽ ഉലമ തന്ന കൊടിയാ എൻ്റെ കയ്യില്, താജുൽ ഉലമ തന്ന പ്രസ്ഥാനമാ എൻ്റെ കയ്യില്, അതുപോലുള്ള നേതാക്കൾ തന്ന പ്രസ്ഥാനത്തിന്റെ കീഴില് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ന്യായം പറഞ്ഞത് കൊണ്ട് പോരാ, അത് കൈയൊഴിക്കണം എന്നല്ല പറഞ്ഞത്. താജുൽ ഉലമ കാണിച്ചു തന്ന അദബ് ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മളെ മുൻഗാമികളായ മഹാന്മാര് കാണിച്ചു തന്ന അദബ് ജീവിതത്തിൽ ഉണ്ടാകണം. അദബിന്റെ ഭാഗമാ ഞാൻ പറഞ്ഞത്. ഉമ്മാനെ വിഷമിപ്പിച്ചുകൂടാ, ബാപ്പനെ വേദനിപ്പിച്ചുകൂടാ, ഉസ്താദുമാരെ വേദനിപ്പിച്ചുകൂടാ, ചെറിയവരെ നിന്ദിച്ചുകൂടാ, വലിയവരെ നിന്ദിച്ചുകൂടാ. വലിയവരോട് ബഹുമാനം വേണം, ചെറിയവരോട് കാരുണ്യം വേണം. അങ്ങനെ ജീവിക്കുന്നവനെ എന്നിൽപ്പെട്ടവനാകൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നിലക്ക് ജീവിച്ച് മരിക്കുന്ന നല്ല സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ലോകസിദ്ധാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പാവപ്പെട്ട അടിമകളായ നമ്മളെല്ലാരെയും ഫദ്ല് കൊണ്ട് അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.